ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രശ്മീസ് ക്രാഫ്റ്റ്സ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും രശ്മീസ് ക്രാഫ്റ്റ്സിലേക്ക് ഒന്നുകൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ചോക്ലേറ്റ് ചിപ്സ് കൊണ്ട് ഒരു കുക്കീസ് എങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യമേ നമുക്കിതുപോലൊരു ബൗൾ എടുക്കാം. അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നല്ലതുപോലെ ഇതുപോലെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് ഒരുമിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ സിൽക്ക് പോലെ ബട്ടറും പഞ്ചസാരയും കൂടിയുള്ള ആ മിക്സ്ചർ നമുക്ക് റെഡിയായി കിട്ടണമെങ്കിൽ മാത്രമേ കുക്കീസ് നല്ല ടേസ്റ്റി ആവത്തുള്ളൂ. ബട്ടറും പഞ്ചസാരയും കൂടി നല്ലോണം ഞാൻ ഇതുപോലെ പൊടിച്ച് ചേർത്തെടുത്തു, ബീറ്റ് ചെയ്തെടുത്തു. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവച്ച് തന്നെ വിസ്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ മാവ് ചേർക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി നമുക്ക് അരിച്ചെടുക്കാം. നല്ലതുപോലെ അരിച്ച് ആ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. അരിച്ച് ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതുപോലെ ചോക്ലേറ്റ് ചിപ്സ് വാങ്ങാൻ കിട്ടും കടയിൽ. ചോക്ലേറ്റ് ചിപ്സ് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കണം. ഒരു 2 നുള്ള് വാനില എസൻസ് 2 തുള്ളി ഞാൻ ഒഴിച്ചു കൊടുത്തു. അതും കൂടി ചേർത്ത് മിക്സ് ബാറ്റർ നമുക്ക് ഈ ഒരു പരുവത്തിനാണ് വേണ്ടത്. കുക്കീസിൻ്റെ മാവ് ഈ ഒരു പരുവത്തിനാണ് വേണ്ടത്. കുഴച്ചെടുത്തു. നിങ്ങളുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഇതുപോലൊരു പ്ലേറ്റോ ബേക്കിംഗ് ട്രേയോ എടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മാവിൽ നിന്ന് ഇതുപോലെ ചെറിയ ബോൾസ് തയ്യാറാക്കി കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ പ്ലേറ്റിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. കുക്കീസിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് വേണം നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. രണ്ടാമത്തെ കുക്കിയും കൂടി ഞാൻ തയ്യാറാക്കി വെച്ചു. കയ്യിൽ വെച്ചിങ്ങനെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. കുക്കീസിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വെച്ച് കൊടുക്കണം. കുക്കീസ് സ്പ്രെഡായി ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് തമ്മിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തു. അങ്ങനെ നിങ്ങളുടെ ചോക്ലേറ്റ് കുക്കീസിൻ്റെ ഒരു സെറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞാൻ ഇതുപോലൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിലേക്കൊരു പാത്രം ഇറക്കി വെച്ച് കൊടുത്തിരുന്നു. അതിനകത്തോട്ട് പീസ് നമുക്കിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 25-30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ബേക്കായി കിട്ടും. സിം ടു മീഡിയം ഹീറ്റ് വെച്ചാൽ മതി. അടുത്ത ഒരു ബേക്കിംഗ് ട്രേയിലും കൂടി ഇതുപോലെ ഞാൻ കുക്കീസ് റൗണ്ടാക്കി റോൾ ചെയ്തെടുത്ത് ചോക്ലേറ്റ് ചിപ്സ് അതിൻ്റെ മുകളിൽ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അതിനെ ഇതുപോലൊരു ചീനച്ചട്ടിയുടെ മുകളിൽ അകത്തോട്ടാണ് ഞാൻ ഇറക്കി വെച്ച് കൊടുത്തിരിക്കുന്നത് ബേക്കാവാനായിട്ട്. ബാക്കിയുള്ളത് ഇതുപോലൊരു ട്രെയിൽ ഇടയ്ക്ക് നമുക്ക് കുക്കീസ് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ മറ്റേ സൈഡ് നോക്കുമ്പോൾ നമുക്കറിയാം ബേക്കായി വന്നിട്ടുണ്ട്. മാത്രമല്ല പ്ലേറ്റിൽ നിന്ന് ഇളകി വരുന്നുണ്ട്. കുക്കീസ് ബേക്കായി കഴിഞ്ഞു. നമ്മുടെ കുക്കീസ് അങ്ങനെ ബേക്കായി കഴിഞ്ഞു. ഒരു സെറ്റ് കുക്കീസ് ബേക്കായി കഴിഞ്ഞു. അടുത്ത ഒരു സെറ്റ് ഞാൻ പുറത്ത് വെച്ചിരുന്നു, അതും കൂടി ചെക്ക് ചെയ്യാം. അതും സൈഡെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, ബേക്കായി കിട്ടി. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ് കുക്കീസ് എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചോക്ലേറ്റ് ചിപ്സ്. ഇത് ചൂടായിട്ടിരിക്കുമ്പോൾ എപ്പോഴും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. തണുത്തതിന് ശേഷമാണ് നല്ലതുപോലെ ക്രിസ്പി ആവുന്നത്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.